കോളിളക്കം സൃഷ്ടിച്ച നടിയെ ആക്രമിച്ച കേസിൽ കോടതി ഇന്ന് വിധി പറയാൻ പോവുകയാണ്. ഒരു 11:30 മുമ്പേ തന്നെ ആ കേസിൽ വിധി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറയാൻ പോകുന്നത്. 10 പ്രതികളാണ് ഈ കേസിലുള്ളത്. 10 പ്രതികളും കോടതിയിൽ വിധി പ്രസ്താവം കേൾക്കാനായി നേരിട്ട് ഹാജരാകും. നിർണായകമായ മൊഴികൾ, വെളിപ്പെടുത്തലുകൾ, സാഹചര്യ തെളിവുകൾ, ശാസ്ത്രീയ തെളിവുകൾ, ബലാത്സംഗത്തിന് കൊട്ടേഷൻ നൽകി എന്ന കേസ് അത് വലിയ രീതിയിൽ ചർച്ചയാവുന്നത് അതിൻ്റെ വിചാരണാകാലം, അതിൻ്റെ അന്വേഷണകാലം, പിന്നീട് അത് സമൂഹത്തിലുണ്ടാക്കിയ ഇമ്പാക്റ്റ്, ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. 8ാം പ്രതിയാണ് നടൻ ദിലീപ്. 1ാം പ്രതി മുഖ്യപ്രതി പൾസർ സുനിയാണ്. പൾസർ സുനിക്ക് ദിലീപ് കൊട്ടേഷൻ നൽകിയതിന് തെളിവുണ്ട്. 8 ഇടങ്ങളിലായി ഗൂഢാലോചന നടന്നു. ഇവരുടെ സാമ്പത്തിക ഇടപാടുകളിൽ വിവരങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞു. അത് കോടതിക്ക് മുമ്പിലേക്ക് എത്തിച്ചു കഴിഞ്ഞു എന്ന ആത്മവിശ്വാസമൊക്കെ പ്രോസിക്യൂഷൻ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇത് കെട്ടിച്ചമച്ച കേസ്, പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കാത്ത കേസ് എന്നുള്ളതാണ് പ്രതിഭാഗത്തിന്റെ വാദം. അതിജീവിതയുടെ അഭിഭാഷക തികഞ്ഞ ആത്മവിശ്വാസം ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രകടിപ്പിക്കുന്നുണ്ട്. നിർണായകമായ തെളിവുകൾ കോടതിക്ക് മുമ്പിലേക്ക് എത്തിച്ചു കഴിഞ്ഞു എന്ന ആത്മവിശ്വാസവും നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയും അതിജീവിത വെച്ചു പുലർത്തുന്ന ഘട്ടം കൂടിയാണ്. വിഷ്ണു സുരേഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിഷ്ണു, എത്രത്തോളം ആത്മവിശ്വാസമുണ്ട് പ്രോസിക്യൂഷന്? വിഷ്ണു, സമാനതകളില്ലാത്ത നിയമവ്യവഹാരങ്ങളിലൂടെയാണ് നടി ആക്രമിക്കപ്പെട്ട കേസ് കടന്നുപോയതെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. ഈ വിചാരണ കോടതി മുതൽ രാഷ്ട്രപതിയുടെ ഓഫീസ് വരെ എത്തിയ ഒരു കേസാണിത്. അതിൽ പ്രോസിക്യൂഷൻ വലിയ കോൺഫിഡൻസിലാണ്. കാരണം പരമാവധി തെളിവുകൾ, ഈ ഗൂഢാലോചന അടക്കം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രേഖകളൊക്കെ കോടതിയിൽ ഹാജരാക്കാനായിട്ടുണ്ട്. 7.5 വർഷത്തെ നിയമ പോരാട്ടത്തിനിടയിൽ എന്നുള്ള ആത്മവിശ്വാസം അവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി പങ്കുവെക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ കേസിന്റെ ഒരു ചരിത്രം. അതായത് ഇതിന്റെ വിചാരണ ആരംഭിക്കുന്നത് 2018 ജനുവരി 30-ാം തീയതിയാണ്. ആ ഘട്ടത്തിൽ അതിനു മുൻപ് ഈ കേസ് പരിഗണിക്കാൻ ഒരു വനിതാ ജഡ്ജി വേണമെന്ന ഈ നടി തന്നെ ആവശ്യപ്പെടുന്നു. അങ്ങനെ ഹണി എം വർഗീസിന് അതിന് ചുമതല ഹൈക്കോടതി നൽകുന്നു. അങ്ങനെ ജനുവരി 30-ാം തീയതി 2018 ജനുവരി 30-ന് ഇതിന്റെ നിയമ നടപടികൾ അല്ലെങ്കിൽ ഇതിന്റെ വിചാരണ നടപടികൾ ആരംഭിക്കുന്നു. അതിനുശേഷം ഒരു 7.5 വർഷത്തെ പോരാട്ടത്തിനൊടുവിലാണ് ഇന്ന് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇതുമായി ബന്ധപ്പെട്ട വിധി പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 8ാം പ്രതി ദിലീപ് ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന പ്രോസിക്യൂഷന് തെളിയിക്കാനാകുമോ എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ഡിജിറ്റൽ രേഖകൾ, അതോടൊപ്പം തന്നെ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ, ഇതെല്ലാം പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടെന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. 261 സാക്ഷികൾ, സാക്ഷി വിസ്താരത്തിന് എടുത്തത് 438 ദിവസം, പ്രോസിക്യൂഷൻ ഹാജരാക്കിയത് 833 രേഖകൾ, ആകെ 1700 രേഖകൾ, 142 തൊണ്ടിമുതലുകൾ. അങ്ങനെയാണ് ഈ കേസിന്റെ നിയമ നടപടികളുമായി ബന്ധപ്പെട്ട് ഹാജരാക്കിയിട്ടുള്ള ഒരു രേഖകളുടെ വിശദാംശങ്ങൾ. ഇനി ഇതിന്റെ ഒരു വാദപ്രതിവാദങ്ങളിലേക്ക് വന്നാൽ, ദിലീപിന് വേണ്ടി ദിലീപ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള, ഒരുപക്ഷെ സംസ്ഥാനത്തിന് ഏറ്റവും കരുത്തനായുള്ള ക്രിമിനൽ ലോയർ ബി രാമൻപിള്ളയെ കളത്തിലിറക്കിയാണ് പ്രതിരോധിക്കാൻ ശ്രമിച്ചത്. പ്രോസിക്യൂഷന് വേണ്ടി ആദ്യ 2 അഭിഭാഷകർ പിന്മാറി. ഏറ്റവും ഒടുവിൽ വന്നത് അജകുമാറാണ്. അദ്ദേഹം വളരെ കോൺഫിഡൻ്റായി ഇന്നലേക്ക് സംസാരിക്കുമ്പോൾ പറഞ്ഞത്, ഇതിൽ പരമാവധി ശിക്ഷ ഉറപ്പിക്കാനുള്ള നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകളൊക്കെ ഞങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. 27 തവണയാണ് ഈ കേസിന്റെ വാദം മാറ്റിവെക്കുന്ന അല്ലെങ്കിൽ വിധി പ്രഖ്യാപിക്കുന്ന ദിവസം മാറ്റിവെക്കേണ്ട സാഹചര്യം ഉണ്ടായത്. അത് ഒരു വലിയ പ്രോസസ്സായിരുന്നു. 2018 ആരംഭിച്ച് 2025 വിധി പറയുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകാം എത്രത്തോളം അതിൽ കാലതാമസം എടുത്തിട്ടുണ്ടെന്ന്. സുപ്രീം കോടതി പോലും വിചാരണ കോടതിയെ വിമർശിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അതിൻ്റെ ഒരു നിയമ സങ്കീർണതയൊക്കെയാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ദിലീപ് തന്നെ പിന്നീട് ഹൈക്കോടതിയിലേക്ക് പോയി ഈ കേസിൽ നിലവിൽ അന്വേഷണ സംഘത്തെ വിശ്വാസമില്ല, അവർ തന്നെ കൊടുക്കാൻ ശ്രമിക്കുന്നു, അതുകൊണ്ടൊരു CBI അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ദിലീപ് ഹൈക്കോടതിയിലേക്ക് പോകുന്നു. ഹൈക്കോടതി ആ ഹർജി തള്ളുന്നു. അതിനുശേഷം വിടുതൽ ഹർജിയുമായി ദിലീപ് സുപ്രീം കോടതിയിലേക്ക് പോകുന്നു. പിന്നീട് ആ വിടുതൽ ഹർജി ദിലീപ് പിൻവലിക്കുന്നു. അങ്ങനെ നടി ഇതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രപതിക്ക് കത്തയക്കുന്നു. ഒപ്പം ഈ മെമ്മറി കാർഡ് ഹാഷ് വാല്യൂ ചോരുന്ന സംഭവം ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായി. അതിൻ്റെ ഒരു സമാന്തര അന്വേഷണം ഹണി എം വർഗീസ് നടത്തുകയും 3 തവണ ഇതിന് ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ടെന്ന് കണ്ടെത്തുകയും ഒക്കെ ചെയ്യുന്നു. അങ്ങനെ നിയമ പോരാട്ടങ്ങൾ ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. 1 മുതൽ 10 വരെ പ്രതികൾക്ക് എല്ലാവർക്കും ഗൂഢാലോചന ചുമത്തിയിട്ടുണ്ട്. അതിൽ 1 മുതൽ 6 വരെയുള്ള പ്രതികളാണ് ഈ കേസിൽ നേരിട്ട് കുറ്റകൃത്യത്തിൽ പങ്കെടുത്തുവെന്ന് പ്രോസിക്യൂഷൻ പറയുന്നത്. അവരുടെ പേര് വിവരങ്ങൾ ഇങ്ങനെയാണ്: 1ാം പ്രതി പൾസർ സുനി, 2ാം പ്രതി മാർട്ടിൻ ആന്റണി, 3ാം പ്രതി മണികണ്ഠൻ, 4ാം പ്രതി വിജീഷ് VP, 5ാം പ്രതി സലീമ, 6ാം പ്രതി പ്രദീപ്, 7ാം പ്രതി ചാർലി തോമസ്, 8ാം പ്രതിയാണ് ദിലീപ്, 9ാം പ്രതി സനൽകുമാർ, 10ാം പ്രതി തെളിവ് നശിപ്പിക്കലിന് ദിലീപിന്റെ അടുത്ത സുഹൃത്തായ ശരത്ത്. ഇങ്ങനെ 10 പ്രതികളാണുള്ളത്. ഈ 10 പ്രതികൾക്കെതിരെയും ഗൂഢാലോചന വകുപ്പ് ചുമത്തിയിട്ടുണ്ട്. 1 മുതൽ 6 വരെ പ്രതികൾ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ്. ദിലീപിനെതിരെ
ഗാങ് റേപ്പ്, അതോടൊപ്പം ഗൂഢാലോചന അടക്കം 12 വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. ഇതിൽ ഗൂഢാലോചന തെളിയിക്കാനായി കഴിഞ്ഞാൽ സ്വാഭാവികമായും മറ്റ് കുറ്റകൃത്യങ്ങൾ ദിലീപിനെതിരെ നിലനിൽക്കാനാകും. അത് സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. പരമാവധി തെളിവുകൾ, പരമാവധി വിവരങ്ങളൊക്കെ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടുണ്ട്. ഇന്നലെ നമ്മൾ പുറത്തുവിട്ട വിവരങ്ങളുണ്ട് അന്വേഷണ സംഘത്തിന്റെ. അതായത് ദിലീപ് പൾസർ സുനിയുമായി നടത്തിയത് 8 തവണയാണ് ഗൂഢാലോചന നടത്തിയത്. 8 തവണയാണ്. അത് 3 സിനിമാ ലൊക്കേഷനിൽ വെച്ചാണ്. അതോടൊപ്പം ദിലീപ് പൾസർ സുനിക്ക് കൈമാറിയ പണത്തിന്റെ രേഖകൾ അത് ഇൻഡയറക്റ്റ് ആയി ആണെങ്കിൽ പോലും ദിലീപ് തന്നെ കൈമാറിയെന്ന് സ്ഥിരീകരിക്കാൻ പോലീസിനാകുന്നുണ്ട്. 1,10,000 രൂപയാണ് പൾസർ സുനിയുടെ അക്കൗണ്ടിലേക്ക് ദിലീപ് കൈമാറിയത്. 1.5 കോടിയുടെ കൊട്ടേഷൻ. അത് കേസാകുകയാണെങ്കിൽ 3.5 കോടിയിലേക്ക് എത്താമെന്ന് ദിലീപ് പറഞ്ഞുവെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം ഇതിന് ദിലീപിന് ഈ നടിയോട് ഉണ്ടാകാൻ പകയ്ക്ക് കാരണമായ അതിന് ഉതകുന്ന വിധത്തിലുള്ള മൊഴി, ഇവർക്ക് തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതിന്റെ മൊഴി സിനിമാ മേഖലയിൽ നിന്ന് തന്നെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട മൊഴി PWD 34 മഞ്ജു വാര്യർ എന്ന ദിലീപിന്റെ ആദ്യ ഭാര്യയുടെ മൊഴിയാണ്. അത് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൊഴിയാണ്. ആ മൊഴിയിൽ നിന്ന് അവർ പിന്നോട്ട് പോയില്ല. തങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് ഒളിച്ചിലുണ്ടാകാൻ കാരണം അവരാണ്, അതിജീവിതയാണ് എന്നൊരു തിരിച്ചറിവ് ദിലീപിനുണ്ടായിരുന്നു. ആ തിരിച്ചറിവിന്റെ പശ്ചാത്തലത്തിലാണ് ദിലീപ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയതെന്നൊരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘത്തെ എത്തിച്ചത് ആ മൊഴിയാണ്. അങ്ങനെ പരമാവധി തെളിവുകൾ, ശാസ്ത്രീയ തെളിവുകൾ എല്ലാം സമാഹരിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ ഇതിന്റെ വാദം പൂർത്തിയാക്കി ഈ കോടതിയിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് എല്ലാം സമർപ്പിച്ചിരിക്കുന്നത്. ഇനി ഇതിൽ എന്ത് നിലപാട് ഹണിയം വർഗീസ് എടുക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം ഈ കേസിൽ 7.5 വർഷത്തിന് ശേഷം പൾസർ സുനിക്ക് ജാമ്യം ലഭിക്കുന്നത് നമ്മൾ കണ്ടു. ഏറ്റവും അവസാനം ഈ കേസിൽ ജാമ്യം ലഭിച്ച ആളാണ് പൾസർ സുനി. സുപ്രീം കോടതിയിൽ നിരന്തരം പോകുകയും ഹൈക്കോടതിയിലും നിരന്തരം പോവുകയും ഏറ്റവും ഒടുവിൽ ഹൈക്കോടതി ഇത്തരം നിരന്തരം ജാമ്യ ഹർജി നൽകുന്നതിന് സുനിക്കെതിരെ 25,000 രൂപയോളം പിഴ ചുമത്തുകയും അതിനുശേഷം വീണ്ടും സുനി സുപ്രീം കോടതിയിൽ പോയി ജാമ്യം വാങ്ങിക്കൊണ്ടുവരുന്നതും നമ്മൾ കണ്ടു. ഈ വർഷമാണ് സുനി പുറത്തിറങ്ങുന്നത്. അങ്ങനെ പൾസർ സുനിക്ക് മാത്രമായി ഈ കൊട്ടേഷൻ ചെയ്യാനാകുമോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്താനാകുമോ എന്നുള്ള സംശയങ്ങളൊക്കെ ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. അങ്ങനെയാണ് ദിലീപിലേക്ക് എത്തുന്നത്. ഇതിൻ്റെ ഒരു ടൈം ലൈൻ ഇങ്ങനെയാണ്. ഫെബ്രുവരി 17 തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് വരികയായിരുന്നു. അത്താണിയിൽ വെച്ച സുനിയും കൂട്ടരും അവരുടെ വാഹനത്തെ ഇടിപ്പിക്കുന്നു. അതിനുശേഷം ഒരു ഡ്രാമ അവിടെ ക്രിയേറ്റ് ചെയ്ത സുനി ഇവരുടെ വാഹനത്തിനകത്തേക്ക് കയറുന്നു. ഇവരോട് പറയുന്നു ഇതൊരു കൊട്ടേഷനാണ് എന്ന് പറയുന്നു. സുനിയെ ഇവർ തിരിച്ചറിയുന്നുണ്ടെന്ന പ്രോസിക്യൂഷന്റെ വാദങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുണ്ട്. സുനിയെ ഇവർ തിരിച്ചറിയുന്നു. അതിനുശേഷം ഒരു കൊട്ടേഷനാണെന്ന് പറയുന്നു. അതിക്രൂരമായി ഈ പെൺകുട്ടി ബലാത്സംഗത്തിന് ഇരയാകുകയാണ്. അതിനുശേഷം അവരെ ഈ നടൻ ലാലിന്റെ വീട്ടിൽ എത്തിക്കുകയാണ്. ആ ലാലിനോട് ഇവർ ഇക്കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നു. അതിനുശേഷം PT തോമസും അതോടൊപ്പം തന്നെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ, ലാൽ തന്നെ അവിടെ നിന്ന് ലോക്നാഥ് ബെഹ്റയെ ഫോൺ വിളിക്കുകയാണ്, ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെ പോലീസ് സംവിധാനം ഒന്നാകെ അവിടെ എത്തുന്നു. ഏറ്റവും ഒടുവിൽ നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിലാണ് ഈ ക്രൈം രജിസ്റ്റർ ചെയ്യുന്നത്. ആദ്യം പിടിയിലാകുന്നത് ഈ നടിയുടെ ഡ്രൈവറായി അന്ന് അവിടെ എത്തിയ മാർട്ടിൻ ആന്റണിയാണ്. മാർട്ടിൻ ആന്റണിയെ ചോദ്യം ചെയ്തതിലൂടെ പൾസർ സുനിയും വിജീഷും പ്രദീപും അതോടൊപ്പം സലീമും എന്നുള്ള പേരുകളിലേക്ക് അന്വേഷണ സംഘം എത്തുന്നു. ഇതൊരു ബലാത്സംഗം എന്ന രീതിയിൽ ആദ്യം ഈ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടെങ്കിലും ആദ്യ കുറ്റപത്രം നൽകിയത് 6 പേരിൽ ബലാത്സംഗം എന്ന് പറഞ്ഞാണെങ്കിലും ഇതിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് ആദ്യ കുറ്റപത്രത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ദിലീപിന്റെ പേര് അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തെ കണക്ട് ചെയ്യാനുള്ള തെളിവുകളൊന്നും ആദ്യഘട്ടത്തിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിനിടയിലാണ് പൾസർ സുനി എന്ന ഈ കേസിലെ 1-ാം പ്രതി ദിലീപിന് അയച്ചു എന്ന് പറയുന്ന ഒരു കത്ത് അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത്. ആ കത്തിൽ ഇതൊരു കൊട്ടേഷൻ ആണെന്നും ആ കൊട്ടേഷൻ നൽകിയത് ദിലീപാണെന്നും വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ദിലീപ് ആദ്യഘട്ടത്തിൽ ഇതെല്ലാം നിഷേധിക്കുന്നു. ഏറ്റവും ഒടുവിൽ തനിക്ക് ബ്ലാക്ക് മെയിലിംഗ് ഭീഷണിയുണ്ട്, തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം തട്ടാനുള്ള ശ്രമം പൾസർ സുനിയുടെ ഭാഗത്തുണ്ടെന്ന് ചോദിച്ച് ദിലീപ് ഒരു പരാതി നൽകുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ദിലീപിനെ ജൂൺ 27-ാം തീയതി വിളിച്ച് ചോദ്യം ചെയ്യുന്നു. 14 മണിക്കൂർ. അപ്പോഴും ദിലീപിനെ വിട്ടയക്കുന്നു. ദിലീപ് ഈ കേസിന്റെ ഭാഗമല്ല എന്ന് അമ്മയിലെ ഓരോ അംഗങ്ങൾ പറയുന്നു. ഏറ്റവും ഒടുവിൽ ജൂലൈ 10-ാം തീയതി ആ അറസ്റ്റ് നടക്കുന്നു. ദ മാസ്റ്റർ കോൺസ്പിറേറ്റർ ഓഫ് ഈ ക്രൈം എന്ന് അന്വേഷണ സംഘം വിശേഷിപ്പിക്കുന്നത് ദിലീപിനെയാണ്. ആ കുറ്റങ്ങളൊക്കെ നിലനിൽക്കുമോ എന്നാണ് ഇനി അറിയാനുള്ളത്. ശരി, വിഷ്ണു സുരേഷ് വിശദാംശങ്ങൾ പങ്കുവെക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.